Hello designers, welcome back to UXUIMANIA. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതായത് എങ്ങനെ നമുക്ക് UXUIMANIA എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയായിട്ടൊക്കെയുള്ള ചില ഹൈലൈറ്റഡ് പോസ്റ്റുകളൊക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കൊണ്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഒരുപാട് പേര് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം അവർക്കുള്ള സന്തോഷമായിട്ട് അവരിടുന്നൊരു കമൻറ്റ് നമ്മളിവിടെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് എങ്ങനെയാണ് അവരത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ ആ വീഡിയോസിൽ കാണുന്നത്, എങ്ങനെയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഒരു വീഡിയോ. ഇതിനോടൊപ്പം വളരെ ചെറിയ രീതിയിലുള്ള നെഗറ്റീവായ കുറച്ച് ആൾക്കാരെ കൂടി ഈ ഒരു വേളയിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കുറച്ച് ആൾക്കാരൊക്കെ വളരെ നെഗറ്റീവായിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, ഈ പോസ്റ്റുകളൊക്കെ നിങ്ങളുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും അവരോടൊക്കെ പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇതിൽ ഓരോ വ്യക്തികളെയും നമ്മൾ പേഴ്സണലായിട്ട് അറിയില്ല എങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റുമൊക്കെ വളരെയേറെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന വോയിസ് ക്ലിപ്പുകളും മറ്റു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളൊരു ചെറിയ സഹായം ചെയ്യുന്നു. പിന്നീട് അവർ അവരുടെ സ്വന്തം ടാലൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അത് പഠിക്കുകയും അവർ സ്വന്തം ജോലി കിട്ടുമ്പോൾ അവരുടെ ഒരു സന്തോഷം അവരൊരു കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഞാനതെടുത്ത് ഇവിടെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അവർ അറിയാവുന്നവരാണെങ്കിൽ ടാഗ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ പല ആൾക്കാരും നമ്മളോട് നേരിട്ട് ഇതിൽ വോയിസ് ക്ലിപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മളോട് താങ്ക്സ് അല്ലാതെ തന്നെ പറയുന്നവരുണ്ട്. അതൊക്കെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് അല്ലാത്തതുകൊണ്ട്, ഒരു കമൻറ്റ് പോസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാനെടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് നേരിട്ടും ഇതുപോലെ കമൻ്റായിട്ടും ഒക്കെ തന്നെ ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഈ വരുന്നവരൊക്കെ തന്നെ അവരുടെ സ്വന്തം കഴിവിലാണ് പഠിച്ചെടുക്കുന്നത്. എങ്കിലും നമ്മുടെ ചെറിയ രീതിയിലുള്ള സംശയങ്ങളും മറ്റും മാത്രം നമ്മൾ ഇതിൽ നിന്നും ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ദയവ് ചെയ്ത് അത്തരത്തിൽ ചിന്തിക്കാതിരിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ചാനലിലേക്ക് വരിക. ഈ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ പ്ലേലിസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത കുറേ പ്ലേലിസ്റ്റുകൾ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരുന്നാലും, അതായത് കൂടുതൽ ആൾക്കാരും ഗ്രാഫിക് ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. അതിനുശേഷം യാതൊരു തരത്തിലും ഡിസൈനിങ്ങിൽ ഒരു ടച്ചും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കാം. അങ്ങനെ പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നാലും ഒക്കെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു കുറേ വീഡിയോസുകൾ, എനിക്ക് തോന്നുന്നു ഏകദേശം 290ഓളം വീഡിയോകൾ നമുക്കിപ്പോൾ ഈ ഒരു 1.5 വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പലയിടത്തായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഫ്രഷ് ആയിട്ട് ഈ ഒരു ചാനലിൽ വന്നിട്ട് വീഡിയോസുകൾ കാണുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള ഡിഫറൻറ്റ് വീഡിയോസുകൾ കാണുമ്പോൾ ഒരു എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണെന്നൊരു ടച്ച് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ പരസ്പരം ഒരു സിങ്കിങ് ഇല്ലാതെ വരുന്നതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ട് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആര് വന്നിരുന്നാലും ഈ ഒരു ചാനലിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുക, ഇത് പൂർണ്ണമായിട്ടും ഡിസൈനേഴ്സിന് വേണ്ടുന്ന മാത്രം ചാനലാണ്. അപ്പോൾ നമ്മുടെ ഈ ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, എല്ലാം നമ്മളിവിടെ UI ഡിസൈനേഴ്സോ UX ഡിസൈനേഴ്സോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട ഡിസൈനേഴ്സും, പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ നമ്മളിവിടെ ഓവറാൾ നമ്മൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനേഴ്സിനെയാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത്. കാരണം ഏതൊരു ഡിസൈൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നാലും അവർക്കൊക്കെ തന്നെ യൂസർ ഇൻ്റർഫേസും യൂസർ എക്സ്പീരിയൻസും ആവശ്യമുണ്ട്. അവർക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജോലി സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനേഴ്സിലേക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരുപാട് ആൾക്കാർ വ്യത്യസ്തമായ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് നമ്മൾ UI UXലേക്ക് മാറിയിട്ടുണ്ട്. ആർക്കിടെക്ചർ ആയിട്ടിരുന്ന ആൾക്കാർ പോലും നമ്മൾക്ക് വന്ന് ഇപ്പോൾ UXലും UIയിലേക്ക് മാറിയ ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഡിസൈൻ മേഖലയിൽ നിന്ന് വരികയും ഇതിലേക്ക് മാറുകയും ഇതിലൂടെ നല്ല നല്ല ജോലികൾ കണ്ടെത്തിയൊക്കെ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ആൾക്കാരാണ് നമ്മൾ എന്നും പരിചയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ഒരു ചാനലിനോട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള കുറേ വീഡിയോകൾ, അതിനുവേണ്ടി പ്രധാനമായിട്ടും ആദ്യകാല പ്ലേലിസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UX UI തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് വീഡിയോസുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാണുക, സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നാൽ തന്നെയും ഈ വീഡിയോസുകളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് കാണുക എന്നുള്ളതായിരിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ UX വേഴ്സസ് UI എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ വന്ന് ആദ്യം തന്നെ എന്താണ് UX, എന്താണ് UI, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ UXൻ്റെ UIയുടെ ചില പ്രോസസ്സുകളെ കുറിച്ചൊരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് UX UIയിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഗ്രാഫിക് ഡിസൈൻ വേഴ്സസ് UX UI എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അതിൽ നിന്നും അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെ ഗ്രാഫിക്സിൽ നിന്നും UIയിലേക്ക് മാറാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് പ്ലേലിസ്റ്റുകൾ ആദ്യം തന്നെ കണ്ടുകൊണ്ട് ഒരു ബേസ്മെന്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ കളേഴ്സ്, ടൈപ്പോഗ്രാഫി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിലിപ്പോൾ ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന കുറേ വീഡിയോകളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നാൽ കളർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ കളർ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഡിസൈൻ പ്രിൻസിപ്പിൾസും ഡിസൈൻ എലമെൻസുകളൊക്കെ അടങ്ങുന്ന കുറച്ച് വീഡിയോസുകൾ ആ ഒരു കാറ്റഗറി. ഇനി അതിനുശേഷം നിങ്ങൾ ആ ഒരു കുറച്ച് പ്രധാനപ്പെട്ട ഡിസൈൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് Adobe XD എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ വന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് Adobe XDയുടെ സഹായത്തിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ Adobe XDയുടെ എനിക്ക് പറയുമ്പോൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് Adobe XD എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് മാർക്കറ്റിൽ കുറച്ച് ഡൗൺ ആയി വരികയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കൂടുതൽ ആൾക്കാരും ഫിഗ്മയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫിഗ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇവിടെ. പക്ഷേ ഫിഗ്മയിൽ കൂടുതൽ വീഡിയോസുകൾ ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഫിഗ്മയിൽ അത്യാവശ്യം ബേസ്മെൻറ്റ് കുറച്ച് വീഡിയോസുകൾ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ Adobe XDയിൽ നിന്നും എങ്ങനെയാണ് വെബ്സൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെയൊക്കെ നമ്മുടെ എങ്ങനെയാണ് ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയുള്ള കുറച്ച് ബേസ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നിങ്ങൾ ഈ ഫിഗ്മയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫിഗ്മയിൽ കൂടുതൽ വീഡിയോസുകൾ ഇടാൻ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫിഗ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഫിഗ്മ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 2 ഡിസൈൻ ടൂളുകൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് എങ്ങനെയാണ് ഡിസൈൻ ഗ്രിഡ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ടൈപ്പോഗ്രാഫി അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കളർ അപ്ലൈ ചെയ്യുന്നതൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഡിസൈൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നു. അതിന് ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബുക്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ആ ബുക്സുകൾ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ബുക്സുകൾക്ക് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അങ്ങനെ അതിനുശേഷം അങ്ങനെ ഓരോന്നും സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പ്ലേലിസ്റ്റിനെ നിങ്ങൾ തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ വീഡിയോസുകളെ യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രെൻഡാണ് അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. എങ്കിലും എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ചൊരു ഒപ്പീനിയൻ പറയുന്നു എന്ന് മാത്രം. അതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഫോർ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഇതിൽ കിടപ്പുണ്ട്. അത് നമ്മുടെ ചാനലിലൂടെ പ്രധാനമായിട്ടും കുറച്ച് ട്യൂട്ടോറിയൽസുകൾ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അടുത്ത ലെവലിലേക്ക് വളർത്തി മുന്നോട്ട് പോകാൻ, അവരെ മുമ്പോട്ട് ചിന്തിപ്പിക്കാനുള്ള കുറച്ച് പോസിറ്റീവ് മോട്ടിവേഷൻ കൂടെ കൊടുക്കുക എന്നും കൂടെയാണ് നമ്മളുടെ ഈ ചാനൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ മോട്ടിവേഷൻ ഫോർ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഒരുപാട് ഡിസൈനേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിച്ചേക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവിടെ നിന്ന് അത് കുറച്ച് നമ്മൾ മോട്ടിവേഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ പിന്നീട് നിങ്ങൾക്ക് എങ്ങനെയാണ് അടുത്ത യഥാർത്ഥ ഡിസൈനിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലാൻഡിംഗ് പേജ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് മൊബൈൽ ലാപ്ടോപ്പുകൾ യൂസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ HTML കുറച്ച് ബേസിക് എന്ത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് കിടപ്പുണ്ടെങ്കിലും ഈ പ്ലേലിസ്റ്റുകളെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കേരളത്തിലെ അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ള ചില ഡിസൈനേഴ്സിനുള്ള ഇൻ്റർവ്യൂ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്ലേലിസ്റ്റുകൾ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുമായിട്ടുള്ള കുറച്ച് ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെയൊക്കെ കുറച്ച് വാക്കുകൾ കേൾക്കാനും അവരുടെ കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ സഹായിക്കും. അതിനുശേഷം നിങ്ങൾ അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള ഒരു ലെവലിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ മികച്ച ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ എന്ന പേരിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, അതിൽ എന്ത് ടൈപ്പ് പോർട്ട്ഫോളിയോയുടെ എക്സാമ്പിൾസ് നിങ്ങൾ കാണണം, അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട്. അതിനുശേഷം ചെയ്ത വർക്കുകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കുറേ റിസോഴ്സുകളുടെ സഹായത്തോട് നല്ല രീതിയിൽ മോക്കപ്പ് ചെയ്യാം, എങ്ങനെ ബിഹാൻസിൽ നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള ബിഹാൻസിൻ്റെ കുറച്ച് പോർട്ട്ഫോളിയോയുടെ വീഡിയോ മറ്റൊക്കെ അത് കിടപ്പുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എടുത്ത് എനിക്ക് പറയാനുള്ളത് ഫ്രീ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഒരുപാട് വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ യൂസ്ഫുൾ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് നോളജുകൾ വ്യത്യസ്തമായ വെബ്സൈറ്റുകളിലൂടെ കിട്ടും. അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ നോളജ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഫ്രീലാൻസ് ചെയ്യാനാണ് ചില ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ ഫ്രീലാൻസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ വന്ന് എങ്ങനെയൊക്കെ ഫ്രീലാൻസ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെയാണ് തിരിഞ്ഞു പോകുന്നത് അവർ ഒരു ഫ്രീലാൻസ് ലെവലിലേക്ക്. ഇനി അതല്ലാത്ത പക്ഷേ ഇതിൽ നിന്ന് ആൾക്കാർക്ക്
ഇങ്ങനെ ജോബ് ലെവലിലേക്ക് പോകണമെങ്കിൽ ജോബിന് എങ്ങനെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ജോബിൻ്റെ എങ്ങനെയാണ് നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ പോർട്ട്ഫോളിയോ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ലിസ്റ്റിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി ആ ഒരു ട്രാക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ആ ട്രാക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോസുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുവരിക. അപ്പോൾ ആ തുടക്കം മുതലേ ഉള്ള ഒരു ട്രാക്ക് മനസ്സിലാവും. ആ ട്രാക്കിൽ ആസ്പദമായ വീഡിയോസുകൾ ഈ ഓരോ പ്ലേലിസ്റ്റുകളിലൂടെ എടുത്ത് നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വ്യൂ ഫുൾ പ്ലേലിസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫുൾ വീഡിയോസുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും അതിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുപോവുക. അപ്പോൾ അങ്ങനെ കണ്ടു പോകുമ്പോൾ അതിന് എല്ലാത്തിനും ഒരു ഓർഡർ വരും. ആ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്തെടുത്ത് നല്ലൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു നല്ലൊരു ഇൻ്റർവ്യൂവിന് വേണ്ടുന്നൊരു പ്രിപ്പറേഷൻ ലെവലിലേക്ക് വന്നുകൊണ്ട് ചെയ്യാനുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഇത്രയും വീഡിയോകളിൽ നിന്നൊക്കെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്തെന്നുണ്ടെങ്കിലും ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഇനിവേ ഈ ഒരു വീഡിയോസുകളെല്ലാം തന്നെ ഏകദേശം 290ഓളം വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനം ചെയ്യുന്നവയാണ്. അപ്പോൾ അത് എങ്ങനെ കാണണം, ഏത് രീതിയിൽ കാണണം എന്നുള്ളതിന് നിങ്ങൾ തന്നെ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു വ്യവസ്ഥയിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത്തരത്തിൽ വീഡിയോസിൽ കണ്ടാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. കാരണം കുറേ ആൾക്കാർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, അതാണ് നമ്മളെ ഇത്രയേറെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് UXUI മനസ്സിലാക്കുന്നു, അതിനുശേഷം നമ്മൾ അതിൻ്റെ കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിൾസുകൾ മനസ്സിലാക്കുന്നു, കളേഴ്സിനെ കുറിച്ചും ടൈപ്പോഗ്രാഫിയെ കുറിച്ചും മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ Adobe XDയിലും ഫിഗ്മയിലും വന്ന് നമ്മൾ ആ ടൂൾസിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് കുറച്ച് വീഡിയോസുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് കുറച്ച് UXൻ്റെയും UIയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിലുള്ള പോർട്ട്ഫോളിയോ ചെയ്ത് നല്ലൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനുള്ള ലെവലിലേക്ക് വന്നുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒന്നുകിൽ ജോലിക്കായിട്ട് പോകാം അല്ലെങ്കിൽ ഫ്രീലാൻസിലേക്ക് മാറാം. ഇതാണ് ഓവറോൾ ഉള്ള ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഈ ട്രാക്ക് മനസ്സിലാക്കി തന്നെ വീഡിയോസിൽ കാണുക. പിന്നീട് നമ്മൾ ഓരോ പ്ലേലിസ്റ്റുകളിലേക്കും വ്യത്യസ്തമായ വീഡിയോസുകൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ തുടർന്നുള്ള നിങ്ങൾക്കുള്ള ഓരോ അറിവുകൾ നേടുന്നതിന് സഹായമായേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാനലിനെ പ്രയോജനപ്പെടുത്താം. പിന്നെ അതിനായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, നമുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ കറൻ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചാറ്റിലൂടെ ഏതെങ്കിലും പർട്ടിക്കുലർ വിഷയത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സെൽഫായിട്ട് ഒരു 90% നിങ്ങളുടെ തന്നെ സ്വന്തം ഒരു ഡെഡിക്കേഷനാണ് പ്രധാനം. ആ ഉണ്ടാകുന്നതിനകത്തുള്ള ഒരു സംശയങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ തീർക്കുന്നു. അങ്ങനെ ഈ രണ്ടും കൂടെ ഒത്തുചേരുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരോട് പറയാനുള്ളത്, ഞാൻ എല്ലാ പോസ്റ്റുകളും അതുപോലെ തന്നെ എന്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളൊക്കെ കണ്ടാൽ തന്നെയും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ആയിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു 1300ഓളം ഫോളോവേഴ്സ് നമുക്കുണ്ടെങ്കിലും ഏകദേശം ഒരു 600 ആൾക്കാരിൽ അകത്താണ് നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ പോസ്റ്റ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കാണുന്നത് നമ്മുടെ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരു ശീലമാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും കുറച്ച് ടെക്കികളായിട്ടുള്ള നമ്മളെല്ലാം തന്നെ ഈ ഡിസൈനേഴ്സ് എന്നുള്ളൊരു ആൾക്കാരെല്ലാം കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നമ്മൾ ഒന്ന് നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഈ സ്റ്റോറിയിലൂടെയാണ് എല്ലാ ടൈപ്പ് ഓഫ് നമ്മുടെ കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും കഴിയുന്നത്ര എന്തൊക്കെ ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടിയാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് ആ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുന്ന വേക്കൻസികൾ തന്നെ കണ്ടുകൊണ്ടാണ് പല ആൾക്കാരും അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഫ്രണ്ട്സുകളുടെ മറ്റു കമ്പനികളോ മറ്റും ഉണ്ടെങ്കിൽ അവരെ ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ അവരുടെ പോർട്ട്ഫോളിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നേരിട്ട് അയച്ചു കൊടുക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെ കുറച്ച് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മുടെ UXUIMANIA എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത ഡിസൈനേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് ശീലിക്കണം. അതിൻ്റെ സ്റ്റോറീസുകൾ കണ്ട് ശീലിക്കണം. കാര്യം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പല ചാനലുകളിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കോൺസെപ്റ്റുകളായിട്ട് മനസ്സിലാക്കുക. കുറച്ച് നേരമെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മതിയാകൂ.
അപ്പോൾ എനിവേ ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും ജോബുകൾ മറ്റും പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെന്ന് മാത്രം നമ്മുടെ സ്റ്റോറിയിലൂടെ. അപ്പോൾ സ്റ്റോറി നിരന്തരമായിട്ട് കാണുന്നവർക്ക് ഒരുപാട് വേക്കൻസികൾ കാണാനുള്ള സ്കോപ്പ് ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കാണാത്തവരും ആ സ്റ്റോറി കാണുന്നവരും ഇടയ്ക്കിടയ്ക്കെങ്കിലും വല്ലപ്പോഴെങ്കിലും നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുക, കുറച്ച് സമയമെങ്കിലും. അപ്പോൾ എനിവേ ഈ പറഞ്ഞ രീതിയിൽ വീഡിയോസുകൾ കാണുക, ഈ പറഞ്ഞ രീതിയിൽ UXUIMANIA എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിനെ യൂട്ടിലൈസ് ചെയ്യുക. ഇത് രണ്ടും കൂടെ നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള UX/UI എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, ഈ ഒരു ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഞാൻ കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ്, കേരളത്തിലെ എല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സും യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ, അതായത് UI ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി മസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനർ ആകുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ അനുയോജ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ പ്രിന്റ് മീഡിയ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനോടൊപ്പം ഇതും കൂടി ചെയ്യാനുള്ള ഒരു നോളജ് ആഡ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കളയുക അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കുകയല്ല, അതിനോടൊപ്പം തന്നെ UI ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും ഞാൻ കുറേ എടുത്തു പറഞ്ഞ് സ്ട്രെസ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്, എപ്പോഴും ഗ്രാഫിക് ഡിസൈനേഴ്സിന് നമ്മൾ UI ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത്തരക്കാരെ UI പഠിപ്പിക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം കൂടാണ്. അപ്പോൾ അത്തരക്കാർ കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് സ്ട്രെസ് ചെയ്യുക, അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഇത് കണ്ട് ഓരോരോ നോളജുകൾ കൈവരിക്കുക, നല്ല രീതിയിലുള്ള മികച്ച IT കമ്പനികളിലേക്ക് ഭാഗമായി മാറുക, മികച്ച സാലറിയിലുള്ള ജോലികൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഓരോ ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും അത് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും നല്ല ഒരു പ്രൊഫഷൻ, നല്ല രീതിയിൽ ഇന്ന് കാലത്തിന് അനുയോജ്യമായ ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഡൊമൈൻ കണ്ടെത്തി നല്ല രീതിയിലുള്ള വളർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ UXUIMANIA ഈ പല രീതിയിലുള്ള വീഡിയോസുകളും പിന്നീട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രയോജനകരമാകട്ടെ. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, നല്ല രീതിയിലൊരു ഡിസൈൻ കമ്മ്യൂണിറ്റി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഇത്തരത്തിലുള്ള സ്റ്റോറികൾ കാണുക, വീഡിയോസുകൾ കാണുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയയ്ക്കുക. നമ്മളെ കൊണ്ട് മാക്സിമം, നമ്മളെ എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിൽ വേറെ വ്യക്തികളൊന്നുമില്ല, ഒരു സിംഗിളായ വ്യക്തി തന്നെയാണ്. ഒരു വ്യക്തിയുടെ മാത്രം ഒരു പരിശ്രമമാകുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും എന്നെ കൊണ്ടുവെക്കുന്ന മാക്സിമം ഹെൽപ്പുകൾ ഡിസൈനേഴ്സിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളും അതിനുവേണ്ടി നിങ്ങളുടെ എന്തൊക്കെയായിരുന്നാലും നിങ്ങളുടെ അത്തരത്തിലൊരു പാഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നല്ലൊരു ഡിസൈൻ ഇൻഡസ്ട്രിയിലെ നല്ല ഒരു ഭാഗമാകാൻ, അല്ലെങ്കിൽ ഡിസൈൻ നല്ല രീതിയിൽ കേരളത്തിലൊരു ഡിസൈനിങ് ഇൻഡസ്ട്രി ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കാം. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, അപ്പോൾ എല്ലാ ഡിസൈനേഴ്സും ഈ വീഡിയോ പ്രയോജനകരമാകട്ടെ. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.